യബ്ബേസിൻ്റെ പ്രാർത്ഥന, ദ പ്രെയർ ഓഫ് ജാബസ്. പഴയ നിയമത്തിൽ വളരെ ചെറുതായിട്ടൊരു പ്രാർത്ഥന നടത്തി ഉത്തരം ലഭിച്ചതാണ്. എല്ലാവർക്കും എടുത്ത് വായിക്കാവുന്നതും ഉപയോഗിക്കാവുന്നതുമാണ്. ടി വി പ്രോഗ്രാം തുടങ്ങിയ കാലത്ത്, ദാറ്റ് മീൻസ് 14 വർഷം മുമ്പ്, അന്ന് ഞാനിത് പറഞ്ഞാണ്. വളരെ ദീർഘമായിട്ട് ഞാൻ യബ്ബേസിൻ്റെ പ്രാർത്ഥന പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു 40 ദിവസം ഈ ഒരു പ്രാർത്ഥന മാത്രം നിങ്ങളൊന്ന് ചൊല്ല്, നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരും ദൈവം. കഷ്ടങ്ങളിൽ തുണയായിട്ട് അവൻ വരും, ഏത് പ്രശ്നത്തിലും അവൻ മതിയായവനാണ്. അങ്ങനെ അന്ന് പവർ വിഷനകത്താണ് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പലരും എന്നെ വിളിച്ച് പറഞ്ഞു, യബ്ബേസിൻ്റെ പ്രാർത്ഥന 40 ദിവസം ചൊല്ലിക്കഴിഞ്ഞപ്പം നമുക്ക് നല്ല വിടുതലുണ്ടായി, കർത്താവ് ഉത്തരം കൊടുക്കുന്നു. ഇത് ഒരു പ്രാർത്ഥന ഇതിന്നത് പ്രാർത്ഥിക്കുന്നില്ല, ദൈവവും നമ്മളുമായിട്ടൊരു ഉടമ്പടിയാണ്, കർത്താവുമായിട്ടൊരു ബന്ധം. അപ്പോൾ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് കാര്യം കിട്ടിയെന്ന് പറയുന്നത് പലയിടത്തും കേൾക്കുന്നുണ്ട്. പക്ഷേ ഉടമ്പടി ദൈവത്തോടുണ്ട് നമുക്ക്. ആ ഉടമ്പടി പുതുക്കുകയാണ്. അത് നമ്മൾ കർത്താവ് എന്നെ ഓർപ്പിച്ചു, കർത്താവ് പറയുന്നതിന് എന്നെ ഓർപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ യബ്ബേസിൻ്റെ പ്രാർത്ഥന വളരെ സാധാരണ ഒരാൾ പ്രാർത്ഥിച്ചത്, വളരെ സ്മോളായിട്ടുള്ളൊരു പ്രാർത്ഥന മടിയുള്ളവർക്ക് പോലും എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുകൊണ്ടിത് പലർക്കും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ഞാനത് വായിക്കാൻ പോവാണ്. 1 ദിനവൃത്താന്തം 4 ഏകദേശം 10 തൊട്ട്, അതിന് മുമ്പിലോട്ട് വായിക്കാം, 9 തൊട്ട് വായിക്കുന്നു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. അതൊരു വളരെ സിമ്പിൾ പ്രെയർ അല്ലേ? ഓ ലോർഡ്, ദാറ്റ് യു വുഡ് ബ്ലസ് മീ ഇൻ ഡീഡ് ആൻഡ് എൻലാർജ് മൈ ടെറിട്ടറി, ദാറ്റ് യുവർ ഹാൻഡ് മേ ബി വിത്ത് മീ, ദാറ്റ് യു വുഡ് കീപ് മീ ഫ്രം ഈവിൾ, ദാറ്റ് ഐ മേ നോട്ട് കോസ് പെയിൻ. അതായത് വ്യസനം എനിക്ക് അനർത്ഥ കാരണമാകരുത്. കഷ്ടങ്ങളും പ്രയാസമൊക്കെ എന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവന് ഈ യബ്ബേസിൻ്റെ അമ്മ ഇവന് യബ്ബേസ് എന്ന് പേരിട്ടപ്പം പലരും പറയുന്നത് വ്യസനപുത്രൻ എന്നാണ് പേരിട്ടത്. മേ ബി ബിക്കോസ് അവന് അപ്പനില്ലാതെ ജനിച്ചതായിരിക്കണം, ആർക്കറിയാം, എനിക്കറിഞ്ഞുകൂടാ, ആയിരിക്കാം. അതുകൊണ്ടല്ലേ ഒരു വ്യസനത്തോടെ ഒരു പേരിട്ടത്. വ്യസനത്തോടെ ജനിച്ചെന്നും പറഞ്ഞ് നമ്മൾ വ്യസനത്തോടെ പേരിട്ട അതവിടെ ഇരിക്കും, പിന്നെ മാറൂല. ഇസ്രായേലിൽ യഹൂദ സൊസൈറ്റിയിൽ ഒരു പേരിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ഏത് പേരിടുന്നോ ആ പേരനുസരിച്ച് അവർ ഉയർന്നു വരും. അതുകൊണ്ട് നല്ല പേരിടുമ്പം പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വാസികളുടെ ഇടയ്ക്ക് ബിബ്ലിക്കൽ നെയിം തന്നെ അവരെടുത്തിടും. അപ്പോൾ നമ്മൾ ജോസഫ് എന്നാണ് വിളിക്കുന്നത്, ജോസഫിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദാനിയേൽ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ കഷ്ടത്തിൽ നിന്നൊക്കെ മാറ്റി വെച്ച് കർത്താവരെ അനുഗ്രഹിക്കും. വേദപുസ്തക അടിസ്ഥാനത്തിൽ പേരിടുന്നത് നല്ലതാണ്. യബ്ബേസ് എന്നുള്ള പേര് അമ്മ ഇട്ട് കൊടുത്തത് വ്യസനപുത്രൻ എന്നാണ്. വ്യസനപുത്രനായത് തൻ്റെ സഹോദരനെ കാട്ടിൽ അവൻ മാന്യനായത് അവൻ ഈ പ്രാർത്ഥന അയച്ചതുകൊണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഈ മകനോട് ഇഷ്ടമുണ്ട്. അമ്മമാർക്ക് മക്കൾ എങ്ങനെയാണേലും അവരെ അനുഗ്രഹം തന്നെ എന്ന് പറയേണ്ടത്. അമ്മ ഈ വ്യസനത്തിൻ്റെ സമയത്ത് അവൻ ആ പേരിട്ട് കൊടുത്തു. നമ്മൾ നോക്കുമ്പോൾ പേര് എന്തിനാണ് ഈ പേരിട്ടതെന്ന് ചോദിക്കുമ്പോൾ, ഈ ബെന്യാമീൻ ഉണ്ടാകുന്ന സമയത്ത് ബെനോനി എന്നാണ് ആദ്യമേ പേരിട്ടത്. അവൻ്റെ അമ്മ റാഹേൽ പ്രസവിച്ചു മരിച്ചു, അമ്മ ബെനോനി എന്ന് പേരിട്ടു. എന്നാൽ അവൻ്റെ അപ്പൻ ആ പേര് മാറ്റിയിട്ട് ബെന്യാമീൻ എന്നാക്കി. ബെന്യാമീൻ മീൻസ് സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്, എൻ്റെ വലതുഭാഗത്തെ മകൻ എന്ന് പറയും. ഉൽപ്പത്തി 35:18. അപ്പോൾ പേരുകൾ യബ്ബേസ് എന്നിട്ടത് മാറ്റി അനുഗ്രഹം ഇടായിരുന്നു. അമ്മയത് മാറ്റിയില്ല. അപ്പോൾ ഇവനൊരു വ്യസന കാരണമാണെന്നും ഇവനെ കൊണ്ട് പ്രശ്നമാണെന്നും സൊസൈറ്റിയിൽ ഇവനൊരു ഭാരമാണെന്നും തോന്നിക്കത്തക്ക വിധത്തിലൊരു പേരിട്ട് ആ പേരും കൊണ്ട് നടക്കുകയാണ് ഇവൻ. അപ്പോൾ എത്രമാത്രം ആ മകന് കൊച്ചിലായിരുന്നപ്പോൾ എത്രമാത്രം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് എനിക്ക് മറ്റുള്ളവരുടെ കൂട്ട് നിൽക്കാനുള്ള കഴിവില്ല എന്നുള്ളത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പേരാണ് യബ്ബേസ് എന്നുള്ളത്. ഇതുപോലെ പല മക്കളും എന്നെ അമ്മമാർ വിളിച്ചേച്ചു പറയും, എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ ബുദ്ധിയില്ല, കാരണം അവൻ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. ഞാനന്നേരം പറയുന്നത്,
കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലല്ലോ, നമ്മുടെ ബ്രെയിൻ്റെ ഒരു 2% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും ഭൂതലം എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ ബ്രെയിനിനകത്ത് ഉൾക്കൊള്ളും. അത്ര ശക്തമായ ഒരു പവർഫുൾ വെപ്പണാണ് നമ്മുടെ ബ്രെയിന്. ഈ ബ്രെയിനകത്ത് നല്ലത് ചിന്തിച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നടന്നിരിക്കും. നമ്മൾ ആത്മാവിൽ ആഗ്രഹിച്ചാൽ ഈ ബ്രെയിനകത്താണല്ലോ ചിന്തകൾ വരുന്നത്. അത് നടക്കാൻ തക്കവണ്ണം കഴിവുള്ളൊരു ബ്രെയിനിന് മക്കൾക്ക് കഴിവില്ലെന്ന് അമ്മയപ്പന്മാർ പറയുമ്പോൾ ഓർക്കണം, 2% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഏത് മക്കൾക്കാണ് കഴിവില്ലാത്തത്? അപ്പോൾ പരീക്ഷയിൽ ജയിക്കാത്തതും പരീക്ഷയിൽ ഓർപ്പിക്കാതിരിക്കുന്ന ദൈവമല്ല, തീർത്തും ദുഷ്ടാത്മാവ് തന്നെയാണ്. ഞാൻ പറയും, ശരിയായിട്ട് പ്രാർത്ഥിച്ചു നോക്കുക, കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞിരിക്കുന്ന കസേര മേശയും ശുദ്ധിയാക്കി കൊടുക്കുക. അവൻ്റെ ടെറിറ്റോറിയൽ അവിടെ നീ ഒരു വേദപുസ്തകം കൂടെ വെച്ച് നീ കൂടെ കുഞ്ഞ് പഠിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേദപുസ്തകം തുറന്ന് വായി. അങ്ങനെ ഒരു അമ്മയോട് പറഞ്ഞ് അവരത് ചെയ്തു. അവൻ പഠിക്കാൻ മിടുക്കനാണ്, പക്ഷേ വലിയ ഉഴപ്പനായിരുന്നു. അവനിന്നിപ്പം അവൻ പറഞ്ഞ അവിടെ എല്ലാം വൃത്തിയാക്കി വെച്ച ഒരു കത്തോലിക്കലായിരുന്നു. വീട് പരിസരം മേശയും വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേദപുസ്തകം എടുത്ത് അമ്മ, വലിയ മേശയാണ്, ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലാണ് പഠിക്കുന്നത്. അമ്മ ആ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ആ മകൻ പഠിച്ചു. അവനിന്നിപ്പോൾ എഞ്ചിനീയറായി കല്യാണം കഴിച്ച് മിടുക്കനായിട്ട് ജീവിക്കുന്നു. എത്രയോ എക്സാമ്പിൾസ് പറഞ്ഞുതരും. അപ്പം ദൈവം ഏത് പേരിട്ടാലും മാറ്റി, ഏത് പേരിലല്ല പ്രസക്തി, പക്ഷേ പേരും വേദപുസ്തക അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കുന്ന പേരിടുന്നത് നല്ലതാണ്. എന്താണ് ഈ യബ്ബേസ് പ്രാർത്ഥിച്ചത് എന്താണെന്നൊന്ന് നോക്കാം നമുക്കൊന്നും കൂടെ. നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിച്ച്, എന്താണ് എൻ്റെ അതിര് നീ വിസ്താരമാക്കി തരണം. എങ്ങനെ ഈ വ്യസനകരനായ പുത്രൻ ഇങ്ങനെ ചോദിക്കാൻ പഠിച്ചെന്ന്? എനിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല, എന്നെ ആരും മാനിക്കുന്നില്ല, പക്ഷെ എനിക്കിത് പോരാ, എൻ്റെ അതിര് വിസ്താരമാക്കണം. 54 പറയുന്നുണ്ട്, നിന്റെ അതിരുകളെ വിസ്താരമാക്ക്. അങ്ങനെയാണല്ലോ സുവിശേഷം നമ്മൾ തുടങ്ങി. 14 വർഷത്തിന് മുമ്പ് ചെറുതായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു. അന്ന് ഒരു ചെറിയ ഇൻ്റർവ്യൂവിലാണ് നമ്മൾ തുടക്കം വന്നത്. അന്ന് നമ്മൾ മറിയാമ്മ തമ്പിയാണ് എന്നെ വിളിച്ച് ആദ്യമേ TV പ്രോഗ്രാം. അന്ന് ഞാൻ പുറത്തുനിന്ന് വന്നത്, എനിക്കൊരു മനുഷ്യരെ അറിയത്തില്ല ഈ സ്ഥലത്ത്, നമ്മൾ പുറത്താണ് അത്ര നാൾ താമസിച്ചത്. പക്ഷെ തിരിച്ചു വന്ന് ദൈവ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനൊരു മുഖാന്തരം ഉണ്ടാക്കി. അങ്ങനെ ഇൻ്റർവ്യൂ ഇട്ട് അത് കഴിഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു 2018 TV പ്രോഗ്രാം ഫാദർ ഗോഡ്, അങ്ങനെ എന്നെ എഴുതി മുമ്പിൽ കാണിച്ചു തന്നു. എന്നതാണ്, ആരാണ് ഈ ദൈവം, ആരാണ് ഈ ദൈവം? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാ പറയാം. അല്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് വിളിച്ച് പറയുന്നത്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെ വന്ന് നിൽക്കുക, ഇത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഈ യബ്ബേസിന് ഈ ബുദ്ധി കിട്ടി, പ്രാർത്ഥിക്കണം ദൈവത്തോട്. ആരോട്? ഇസ്രായേലിൻ്റെ ദൈവം. അവൻ സത്യദൈവം എന്ന് അവന് മനസ്സിലായി. അവിടെയാണ് ആരോടാണ് ചോദിക്കുന്നത്. ആർ യു റിയലി ഒരു ടീച്ചർ? ആർ യുവർ ചിൽഡ്രൻ ടോക്കിംഗ് ആൻഡ് പ്രേയിങ് ടു ദ റിയൽ ഗോഡ്? ഇപ്പോൾ പല ദൈവങ്ങളുണ്ടല്ലോ, സത്യദൈവത്തിൻ്റെ അടുക്കൽ. അതാണ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ എന്ന് നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കി, നീ എൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഇല്ലേ, നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ലേ, യാക്കോബ് ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തമാണ്. യാക്കോബിന് അനുഗ്രഹം കിട്ടുമെന്ന് യാക്കോബ് എങ്ങനെ അറിയും? യാക്കോബിൻ്റെ ഉള്ളിലൊരു വാഞ്ചിയിട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. യാക്കോബ് വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ്റെ സ്വന്തം കഴിവിലുള്ളതെല്ലാം ചെയ്ത് തീർത്തു. ലാബാൻ്റെ അടുക്കൽ നിന്ന് ലാബാനെയും കളിപ്പിച്ച്, സ്വന്തം അപ്പനെയും കളിപ്പിച്ച്, സകല അനുഗ്രഹങ്ങളും ജഡീകമായിട്ടുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇന്നിപ്പോൾ എന്താ, യാബോക്ക് എന്ന കടവിൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. എന്തുണ്ട്? എല്ലാം അപ്പുറത്ത് ഒരാൾ, മക്കളും ഭാര്യമാരും തോഴന്മാരും തോഴികളും സകല മൃഗങ്ങളും അങ്ങേ സൈഡിൽ, യാക്കോബ് മാത്രം ഇപ്പുറത്ത്. ഏകനായിട്ട് നിന്നപ്പോൾ ദൈവദൂതൻ കടന്നു വന്നിട്ട് യാക്കോബുമായിട്ട് മൽപ്പിടുത്തം എടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ യാക്കോബ് മൽപ്പിടുത്തം ചെയ്യുമ്പം ഉഷസ് വരെ അവൻ ദൈവദൂതനോട് യുദ്ധം ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഉഷസാകുമ്പോൾ ഇപ്പോൾ ദൈവദൂതന് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, യാക്കോബിനെ ഒന്ന് തൊട്ടാൽ യാക്കോബ് വീഴും. പക്ഷേ സ്നേഹമുള്ള ദൈവം തൻ്റെ വലിയ ശക്തിയൊന്നും ഉപയോഗിക്കാതെ യാക്കോബിൻ്റെ ഭുജബലം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഭുജബലം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് യാക്കോബിന് മനസ്സിലായി, യാക്കോബ് ദൈവദൂതനെ വിടത്തില്ല എന്ന് ദൈവദൂതന് മനസ്സിലാകുന്നു. ബലമല്ല, ഉൾക്കരുത്താണ്. ഞാൻ വിടത്തില്ല. ഉഷസായപ്പം ദൈവദൂതൻ പറഞ്ഞു, എന്നെ സൂര്യൻ ഉദിക്കുന്നല്ലോ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ എത്ര മക്കൾ പറയും? അങ്ങനെ എത്ര നമ്മൾ പറയും? അമ്മയപ്പന്മാർ
എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എൻ്റെ മക്കളുടെ അനുഗ്രഹം കാണാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല. ഇല്ലേ? ഇരിക്കുന്നിടത്ത് ഇരുന്നിടത്ത് കടന്നു വരുന്നൊരു ദൈവം ഇല്ലേ? ലാസറസ് മരിച്ച് 4-ാം ദിവസം മാർത്ത പുറത്ത്, മറിയ അകത്ത്. യേശു വന്നെന്ന് പറഞ്ഞ് മാർത്ത ഓടിച്ചെന്ന്, മറിയ വീട്ടിനകത്ത് തന്നെ ഇരുന്നു. ബന്ധങ്ങൾ, ആത്മാവിൻ്റെ ബന്ധം മറിയ ദൈവം വെളുപ്പിക്കുകയാണ് ചെയ്തത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കണ്ടില്ലേ? കണ്ടു, കാണിപ്പിച്ചു കൊടുത്തു. 4-ാം ദിവസം ശവക്കോട്ടയുടെ മുമ്പിൽ വന്നിട്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്. അത്രേ പറഞ്ഞോളൂ, ഒത്തിരി ഒന്നും പറയണ്ട. അത് മതിയെന്ന്. എബ്ബസ് ഒരു ചെറിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് എൻ്റെ ഈ പേരിന് പറ്റിയ പോലെ എന്നെ മനുഷ്യനിട്ട് കളിയാക്കാനുണ്ട്. അതുകൊണ്ടാണ് ആദ്യം എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഇട്ട പേര് വ്യസനപുത്രൻ. പക്ഷേ അവൻ്റെ ഉള്ളിലെ ആത്മാവ് ഉത്തേജനം കൊടുത്ത് അവൻ ശരിയായിട്ട് പ്രാർത്ഥിച്ചു. ആരോട്? ഇസ്രായേലിൻ്റെ ദൈവത്തോട്. അതുകൊണ്ട് അവൻ പറയുകയാണ്, നീ എൻ്റെ അനർത്ഥം വെച്ചാൽ പ്രശ്നങ്ങൾ എനിക്ക് എന്നേക്കും ദുഃഖകരമാക്കി മാറ്റല്ലേ. അമ്മ ഇങ്ങനെ പേരൊക്കെ ഇട്ടു, അതെനിക്ക് മാറ്റിത്തരണമേ. നീ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് കൊടുത്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം കേൾക്കും. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. ദൈവത്തോട് കൂടെ നടക്കുന്നെന്ന് ചോദിക്കുമ്പം അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, യാക്കോബിൻ്റെയും മൽപ്പിടുത്തം കഴിഞ്ഞപ്പം തൊട്ട് യാക്കോബും ദൈവത്തോടു കൂടെ നടന്നു. അതുതന്നെയാണ് പരിശുദ്ധാത്മാ വരുന്നതിന് മുൻപേ നമ്മുടെ സ്വയബുദ്ധബലത്തിൽ ഈ എബ്ബേസ് കാണിക്കുന്നത് പോലെയല്ല, യാക്കോബ് കാണിച്ചതുപോലെ സകലവിധമായ പ്രവർത്തികളും നമ്മൾ ചെയ്തു കൂട്ടും. എൻ്റെ ഭുജബലം കാണിക്കാൻ, എൻ്റെ ഡിഗ്രി, എൻ്റെ പഠിത്തം, എൻ്റെ പണം, എൻ്റെ സൗന്ദര്യം, എനിക്കുള്ളതെല്ലാം വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കും. എല്ലാത്തിലും ടെസ്റ്റ് ഉണ്ട്, യുദ്ധക്കളമാണ്. പക്ഷേ ദൈവം തമ്പുരാൻ കടന്നു വരുമ്പോൾ, അകത്തെ മനുഷ്യൻ ഉണർന്നു കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന, അത് ചെറിയ പ്രാർത്ഥനയാണ്. എന്നെ നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ. എപ്പോഴാണ്? ഭുജബലം തീർന്നപ്പോഴും. രാത്രി മുഴുവനും മൽപ്പിടുത്തം ചെയ്ത് ചില അപ്പന്മാർ മക്കളോട് നീ എന്നെ തോൽപ്പിച്ചു മോനെ എന്ന് പറയും. കാരണം അപ്പൻ സ്നേഹം കൊടുത്തു വളർത്തിയ മകൻ ദൈവം മനുഷ്യരുടെ മുമ്പിൽ അവൻ അവഹേളിച്ച് അപ്പന് വിപരീതമായിട്ട് നിൽക്കുമ്പോൾ അപ്പൻ നെഞ്ചുപൊട്ടി പറയും, നീ എന്നെ ബലഹീനനാക്കി. അത് നമ്മുടെ ബലം നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ നമ്മളെ ബലഹീനനാക്കുന്നത് ഒരു ദൈവത്തിൽ നിന്ന് മാറി നടക്കുമ്പോഴും. ആ സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ദിവസം ഈ സമയത്ത് അഴിഞ്ഞു മാറിയേക്കത്തുള്ളൂ. വചനമാണ് അയക്കുന്നത് എങ്കിൽ, ജീവനുള്ള ചൈതന്യമുള്ള വചനമാണുകളിൽ ചൊല്ലുന്നതെങ്കിൽ, എബ്ബേസിനെ മാന്യനാക്കിയ ദൈവം, യാക്കോബിനെ ദൈവം തമ്പുരാൻ ഇസ്രായേലാക്കിയ ദൈവം, മാർത്തയുടെ കണ്ണുനീര്, മറിയയുടെ കണ്ണുനീര് കണ്ട് ലാസറസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം മുമ്പിൽ വന്ന് നിന്നേച്ച് പറയുകയാണ്, നീ എന്നോട് ചോദിക്കേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ കടന്നു വന്ന ദൈവമാണ്. ഈ ദൈവം ഈ ദൈവം എനിക്ക് അത് തന്നു, ഇത് തന്നില്ല, അത് പറയാതെ. ഇല്ല, ബെഥസ്ദാ കുളത്തിന് മുമ്പ് വന്നപ്പം വെള്ളത്തിൽ ചാടണോ ചോദിച്ചു, ആരും എന്നെ ഇതൊക്കെ പറയാൻ എന്തിനാ സമയം കളയുന്നത്? നേരിട്ട് പറ, എൻ്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എൻ്റെ മക്കളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ നദി തന്നല്ലാതെ ഞാൻ നിന്നെ വിട്ടുകയില്ല. പ്രാർത്ഥിക്കുക, ചെറിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ? ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഉത്തരം തരും. ഇതിൻ്റെ കൂടെ ദൈവം എടുക്കാൻ പറയുന്ന ഒരു വാക്യം കൂടെയാണ് കർത്താവിൻ്റെ ആത്മാവ് കാണിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 60:17-18 60-ാം അധ്യായം നമുക്കറിയാം. ഞാൻ കഴിഞ്ഞത് എപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Arise, shine that the light is come upon you. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തിന്? നിന്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ് എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ വീഴുകയാണ്. 17 ഇങ്ങനെയാണ് വായിക്കുന്നത്. യെശയ്യാ 17 60:17 ഞാൻ വായിക്കുന്നത്. ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരുമാക്കും. സമാധാനവും നീതിയും ദൈവമാണ് തരുന്നത്. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. യെശയ്യാ പ്രവാചകൻ 60:18 ഇപ്പം വായിച്ച്. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേറിടും.
ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിന്റെ നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാവുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞുപോയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കുന്നു. നിന്റെ ദുഃഖകാലം തീർന്നിരിക്കുന്നു. ഞാനങ്ങ് പറയാം, തീർന്നിരിക്കുന്നു പോരെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇത് തന്നെ വെളിപ്പാടിലും പറയുന്നത്. കർത്താവ് നമുക്ക് വെളിച്ചമായി മാറിയിരിക്കും. ആത്മാവ് കൊണ്ട് കാണണം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞില്ലേ, പിന്നെ ഈ വാക്യങ്ങൾ ഏറ്റു പറഞ്ഞാൽ പോരെ. കണ്ടിന്യൂസ് ആയിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും. റാപ്പ് സോങ്ങല്ല, റാപ്പപ്പ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു കർത്താവേ നീ എന്നെ എൻ്റെ പേര് മാറ്റിയിരിക്കുന്നു, ഇസ്രായേലാക്കിയിരിക്കുന്നു, യാക്കോബ് മാറിയിരുന്നു. എബ്ബേസിനെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ അതിരുകൾ വിസ്താരമാക്കുന്നതിന് വലിയ മീനിങ് അതിന് എല്ലാ ഏരിയയിലും. അങ്ങനെയാണ് TV പ്രോഗ്രാം ദൈവം നടത്തുന്നത്. കർത്താവ് തന്നെ അതിര് വിസ്താരമാക്കി തരും, നമ്മളല്ല. പിച്ചം വിസ്താരമാക്കി അത് വിസ്താരമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം മുമ്പിൽ വന്ന് നിൽക്കുക. എബ്ബേസിന് ആ സത്യം മനസ്സിലാക്കി കൊടുത്തു. അവൻ്റെ അമ്മ അവന് എബ്ബേസ് വ്യസനപുത്രൻ എന്ന് പേരിട്ടു. അതുപോലെ തന്നെയാണ് കർത്താവെ ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ട് റാഹേലൊരു പേരിട്ട് കൊടുത്തു. പരിശുദ്ധാത്മാവിനെതിരായിട്ട് ബെന്യാമീൻ എന്ന പേര് തിരിച്ച് അപ്പനിട്ടതിനാൽ അപ്പൻ്റെ വലതു ഭാഗത്തിരിക്കുന്നവൻ. അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? യോസഫ് പിന്നെ കാലത്ത് സ്വന്തം സഹോദരനൊക്കെ മറ്റുള്ളവരെക്കാട്ടിൽ 7 ഇരട്ടിയായിട്ട് അവന് വീതം കൊടുക്കാനിടയാക്കി. എന്നതായത് ഒരപ്പനിട്ട പേരിൻ്റെ മഹത്വം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പുതിയ പേരിട്ട് കൊടുക്കുന്ന പശ, ദൈവത്തിൻ്റെ നാമം, അനുഗ്രഹപുത്രനെന്ന്, ഇസ്രായേലിൻ്റെ ഉടമസ്ഥൻ്റെ പേര്. കർത്താവേ നീ അവനെ ഇസ്രായേൽ എന്ന് പേര് വിളിച്ചിരിക്കുന്നു. എൻ്റെ മക്കളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടു. മൂത്തപുത്രന് യഹോവയ്ക്കുള്ളവൻ, രണ്ടാമന് യാക്കോബിനുള്ളവൻ, മൂന്നാമത്തവന് ഇവൻ അനുഗ്രഹപുത്രനെന്ന് ഇസ്രായേലെന്ന് പേരിട്ട് ഞങ്ങൾ വിളിക്കുന്നു. അപ്പച്ച ഓരോ കുഞ്ഞുങ്ങളെ നിൻ്റെ പേർ ചൊല്ലി ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ച് മാറ്റി നിർത്തി നിൻ്റെ വലത് കൈ അവരുടെ തലമേൽ വെച്ച് കർത്താവേ ശാശ്വത ഭുജം തലമേൽ വെക്കുമ്പോൾ നിൻ്റെ അനുഗ്രഹം അവർമേൽ പകരുന്നതിനാൽ അകത്തുള്ള നിരാശകളെല്ലാം അഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. കർത്താവേ നീ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. മൽപ്പിടുത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഉഷസായില്ലേ? ഉഷസായി അപ്പച്ച. നിനക്ക് മനസ്സലിവ് തോന്നി. തുടയ്ക്കൊരു ഉളുക്ക് മാത്രമേ കൊടുത്തുള്ളൂ. നിനക്ക് മനസ്സലിവ് തോന്നി കൃപാനദിയിലേക്ക് കുഞ്ഞുങ്ങളെ ആക്കി നേർവഴിക്കുന്നുണ്ടോ? നിൻ്റെ സ്നേഹം കൊണ്ട് നിൻ്റെ ആത്മാവിൻ്റെ പകർച്ച അവരുടെ മേൽ പകരട്ടെ. ഈ സമയത്ത് അങ്ങനെ സംഭവിക്കട്ടെ അപ്പച്ച. അതത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഇറ്റ്സ് ആൻ ഓർഡർ ആൻഡ് എഡിക്റ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. നിൻ്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ. എബ്ബേസ് പ്രാർത്ഥിച്ച ചെറിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തെങ്കിൽ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും നീ ഉത്തരം തരുന്നതിനാൽ സ്തോത്രം ചെയ്യും. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.